നോക്ക് കാണ്. രാസവളം കീടനാശിനിയും ഉപയോഗിക്കാണ്ട് ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നിട്ട് പരിഹാസം. നേന്ത്രവാഴയ്ക്കൊക്കെ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് വളം ഇടണം, എന്നാലേ വല്ലതും കിട്ടുള്ളൂ. അതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലേ. മറവത്തൂർ കനവിലത്തെ മമ്മൂട്ടി പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ ഇഷ്ടം എനിക്ക് കോഴികളോട്. ഈ പന്തൽ എന്തെങ്കിലും അടിപൊളി. നേന്ത്രപ്പഴം നമുക്ക് എന്തോരം ഉണ്ടായാലും മടുക്കില്ല. 40 രൂപയാണ് കേട്ടാ ഈ പപ്പ ചാവാരിക്ക്. ഈ ഉണ്ടായിട്ട് നാശമായി പോണത് കാണുമ്പോഴേ മനസ്സിന്റെ ഉള്ളിലൊരു വിങ്ങലാണ്. സരിത ഇതില് തേനുണ്ടാവും. എന്ത് സാധനം നട്ടാലും നാശാവും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. വീണ്ടും കൃഷിയിടത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ. നമ്മുടെ ജൈവ കൃഷി ചെയ്യുന്നില്ലേ, രാസവളം കീടനാശിനിയും ഉപയോഗിക്കാണ്ട് ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നിട്ട് പരിഹാസം. മറ്റുള്ളവരെ പരിഹസിക്കും. വിളവ് കുറവാണ്, താങ്ങി കുറവാണ്, മറ്റുള്ളവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോൾ ഒരു 6-7 കൊല്ലമായി ഇപ്പം അത് കേട്ട് താഴമ്പിച്ചു. അത് തന്നെ ഇപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ വലിയ ഇതില്ല. ഇല്ലേ, ശരിയല്ലേ? എനിക്കറിയില്ല. ഇല്ലേ? അല്ല, ചേട്ടനല്ല കേൾക്കണേ. ഞാൻ കേൾക്കണു. അത് കമൻറ്റിലൂടെയും ഇതിലേക്കൂടെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് തന്നെ ഭയങ്കര ധാരാളമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയ്ക്ക് സ്ഥലത്ത് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടമാന സാധനങ്ങൾ പച്ചക്കറിയൊക്കെ കുറേ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇത്രയും നാളത്തെ ഇതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. നമുക്ക് ഇത്രയ്ക്കധികം പച്ചക്കറികളുടെ ആവശ്യമില്ല. കുറേ കുറവ് കിട്ടണമെന്നുള്ളതാണ് ആരോപണം. ഇത്രയ്ക്കും വേണ്ടെന്ന്. അത്രയ്ക്കും വേണ്ട. പക്ഷെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട്. എന്നിട്ട് അറിയും, ഒന്ന് ഇത് പപ്പകായ. അപ്പോൾ നല്ല വലിയ പപ്പകായാണ് ഇത്. നമുക്ക് പഴുത്താലും നമുക്ക് എപ്പോഴും തിന്നാം. തല ഞാൻ വെട്ടി കളഞ്ഞു. അതേ ഒരെണ്ണത്തിന് വെട്ടി കളഞ്ഞല്ല. ഇത് ഇങ്ങനെ അങ്ങോട്ട് കൂമ്പ് അങ്ങോട്ടൊക്കെ വരും, കുറേ ചില്ലകൾ വരും. അതിൻ്റെ അത് മഴക്കാലാണ്. ഇത് കൂമ്പ് തുടങ്ങി. അപ്പോൾ ഈ പപ്പകായ നമുക്ക് മടുക്കില്ല. ഇത് എപ്പോഴാണെങ്കിലും നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ തിന്നാം, ഇത് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ സാധനം നേന്ത്രവാഴ. കണ്ടോ, ഇവ നല്ല വലിപ്പായി കൊലക്കാറേണിട്ടാ. നേന്ത്രപ്പഴം നമുക്ക് എന്തോരം ഉണ്ടായാലും മടുക്കില്ല. ബാക്കി എല്ലാ സാധനങ്ങളും കയ്പക്കായും ഒരളവുക്ക് കുഴപ്പമില്ല, കൂർക്കും കുഴപ്പമില്ല. ആവശ്യത്തിന് പിന്നെ കുറേ സാധനങ്ങളുണ്ട്. വെണ്ട, കോവക്കായ, പിന്നെ വഴുതനങ്ങ, പറഞ്ഞ പോലെ ചീര, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ഇതിന്ന് ഒരു കാര്യം മനസ്സിലാക്കി. കൂടുതൽ നേന്ത്രവാഴ കൃഷി ചെയ്യാൻ പോവാണ് ഇവിടെ. നേന്ത്രവാഴയും പപ്പയും. എന്നിട്ടാ അതാണോ ചേട്ടനും പറയാൻ കുറച്ച് സ്ഥലത്ത് ഈ പച്ചക്കറി മാറ്റിയിട്ട് ബാക്കി സ്ഥലത്ത് മുഴുവൻ വാഴയും നേന്ത്രവാഴയും പപ്പയും വെക്കാം. പപ്പ നമുക്ക് എപ്പോഴും തിന്നാൻ പറ്റും. പഴുത്തേ നമ്മൾ ഈ ഇപ്പോൾ കണ്ണിലിപ്പോൾ എല്ലാ വക പീടികളിലും, പച്ചക്കറി പീടികളിലും, ഈ ഫ്രൂട്ട്സിൻ്റെ കടയിൽ ആദ്യം നമുക്ക് പപ്പകായ തീരെ നടന്നില്ല. ഇപ്പം നോക്കി പപ്പകായമായാണ് എല്ലാ കടകളിലും. ആൾക്കാർ വാങ്ങിക്കണുണ്ട് പപ്പകായ തണ്ണി മാത്രം മായ ഇപ്പം എല്ലാ കടകളിലും. പിന്നെ കുറേ പേര് ഈ ഫ്രൂട്ട് സലാഡ് പോലെയാണ് രാത്രി ഭക്ഷണമാക്കി. അപ്പോൾ കുറേ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് തന്നെ തൊലിയൊക്കെ ചെത്തിയൊക്കെ ഇതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ബോക്സുകളിലാക്കിയിട്ട് വെക്കും. അതാണ് ഒരു നേരത്തെ ഭക്ഷണം. അങ്ങനെ കഴിക്കും. ഒരു ടൈപ്പ് ഫ്രൂട്ട് അല്ല, പപ്പായ, പേരയ്ക്ക, ആപ്പിള്, അങ്ങനെ കുറച്ച് ടൈപ്പ് സാധനങ്ങൾ ഒരുമിച്ച് ആക്കിയിട്ട് വെക്കും. ഇതിവിടെ അമലു ക്ലാസ്സിലേക്ക് കൊണ്ടുപോണത് ഫ്രൂട്ട്സാ. അല്ല ചേട്ടാ എല്ലാതരം വാങ്ങിച്ചില്ലോ കൊറേ. എന്നിട്ട് അത് ഇതുപോലെ ഓറഞ്ചും പൈനാപ്പിളും അതിൽ വെക്കാൻ പറ്റില്ല. അത് വെക്കണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു ബോക്സ് നിറച്ച് അതാണ് ആക്കിയിട്ട് കൊണ്ടുപോവാ ഉച്ചക്കിലേക്ക്. അപ്പൊ അത് കാരണം ഞാൻ നോക്കിയ നേന്ത്രവാഴകള് വാങ്ങിച്ചു. അവിടെ മുഖവുര അല്ല, മുഖവുര കൊടുക്കുന്നതേ ചങ്ങാലിക്കുടൻ്റെ തൈകളാണിത്. ചങ്ങാലിക്കുടൻ. ഇത് വേറെ നേന്ത്രവാഴയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. വേണ്ട, നേന്ത്രവാഴ. ഇത് റെഡ് ലേഡിയുടെ പപ്പിന് 40 രൂപയാണ് കേട്ടോ ഈ പപ്പ ചാവാരിക്ക്. ഒന്ന് ഊതി കഴിഞ്ഞ അത് വീഴും കേട്ടാ. അതുപോലത്തെ ഒരു ആരോഗ്യമില്ല. അല്ലല്ല, അവര് ഉയരം കുറഞ്ഞവരായിരുന്നു. അപ്പം ഞാനിവിടെ നടാൻ പോവാണ്. അത് കൊത്തമ്പര തൈ. നാളികേരട്ടുണ്ടായിരുന്നു. ഞാൻ നാളികേരം
പറക്കേണ്ട ഒതുക്കിയിട്ടില്ല. എന്നാ ഞാനത് പറക്കിയിടാം, എന്തായാലും ഞാൻ അവിടെ വെറുതെ നിൽക്കല്ലേ. അതെ, ആ ബക്കറ്റിലേക്ക് പറക്കിയിട്ടിട്ട് അവിടെ വന്നിട്ടോ. അതിൻ്റെ ഇടയിൽ വല്ല പാമ്പുണ്ടോ നോക്കില്ലോ കേട്ടാ. മോട്ടർ വിട്ടിട്ടുണ്ട് ഇവിടെ, മോട്ടറേ വിട്ടിട്ടുണ്ടെന്ന് പറയാ. പറഞ്ഞപ്പോ ഒരു പേടി തേങ്ങ. കുഴപ്പമില്ല. ഇവിടെ കുറെ പുല്ല് ചെത്തി ഞാൻ. ഇവിടേക്ക് കുറെ പുല്ല് ചെത്തി, കണ്ടമാനം പുല്ലല്ലോ ഇവിടെ. അല്ല, ഇതൊക്കെ എവിടെ കൊണ്ടിടാന്നിട്ട്? മാവിന്റെ അടുത്ത് അവിടെ കൂട്ടിയിട്ടുണ്ട് ഞാൻ നാളികേരം. അവിടെ കൊണ്ടുവന്നു കേട്ടോ. അവിടെ അല്ലേ? ആവശ്യത്തിലധികം പച്ചക്കറി ഉണ്ടായാലും ഒരു കാര്യമില്ല, വെറുതെ നമ്മൾ കഷ്ടപ്പെട്ട് ബാക്കിയുള്ള പോലെയല്ലേ. ഇത് നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ടേ ഈ ഉണ്ടായിട്ട് നാശമായി പോകുന്നത് കാണുമ്പോഴേ ഒരു വിഷമ, മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് സരിത. അല്ല ചേട്ടൻ്റെ അവിടെ പിന്നെ അപ്പുറത്ത് ചെറിയേട്ടുള്ള കാരണം ഒരു സാധനം പോലും നാശാവില്ല. കംപ്ലീറ്റ് ചെറിയേട്ടൻ കൊണ്ട്. എന്നാലും നമുക്ക് എന്തോരം കഴിക്കാൻ പറ്റും ചെറിയേട്ടൻ. പക്ഷേ ചോറൊന്നുമില്ല, ചെറിയേട്ടൻ പച്ചക്കറി മാത്രം അങ്ങനെ വെറുതെ പുഴുങ്ങി അത് മാത്രം അങ്ങനെ കഴിക്കും. അത് നടക്കും വെറുതെ. പിന്നെ അത് മാത്രല്ല, വേറൊരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിലേ ഈ നേന്ത്രവാഴയും പപ്പിയും വയ്ക്കുമ്പോൾ പുല്ല് ഇതുപോലെ പുല്ല് ചെത്തലാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പണി. എപ്പോഴും പുല്ല് ചെത്തണം. ഒരു സൈഡ് ഓട് അവിടേക്ക് വേണ്ടി വരില്ലേ? ഈ ഓട് ആണോ? ഈ ഓടല്ല, ഇത് വേറെ ടൈപ്പ് ഓടല്ല. അല്ല, ഇത് പറ്റിയായിരിക്കും. പുല്ല് ചെത്തി നമ്മൾ തോൽക്കും. നമ്മൾ നാളികേരം വേണം പോട് പൊട്ടിയതാ. നോക്കിയേ, ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ആ നാളികേര കൊലയിട്ടപ്പോൾ നോക്കിയാൽ എല്ലാം ഓടും പൊട്ടി. കണ്ടാ നോക്കിയേ, അടി വരെ പൊട്ടി. അപ്പൊ തെങ്ങിന്റെ കടക്ക് തന്നെ ഓട് വെച്ചേക്കണ്? തെങ്ങിന്റെ കടക്കല്ല, അങ്ങ് ആ തമിഴ് നാളികേരട്ടപ്പോ ഇത് മിരിക്കുക വീണ്ട്. ഇതിന് മുന്നും ഇട്ടപ്പോ വീണതല്ല മോനെ, ഇത് ചേട്ടനെ ആ പപ്പയുടെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേനെ അന്ന് പറിച്ചപ്പോ ഒക്കെ എടുത്ത് ഇവിടെ വെച്ചതാ. അതങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നാളികേര കൊല വീണിട്ടാണ് ഓട് പൊട്ടിയെന്ന്. തെങ്ങിന്റെ കടക്ക് ഓട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളികേര ഇടുമ്പോ ഓട് പൊട്ടാണ്ടിരിക്കൂ. അപ്പൊ അപ്പുറ സൈഡിലേക്ക് വെട്ടിയിരുന്നു. ഇവിടെ ചെത്താൻ പോണ് ഞാൻ, ഇവിടെ പാക്കാൻ പോണ്. ഇവിടെ ഒന്നുമില്ല ഇപ്പോൾ. അങ്ങനെ ഇവിടെ ഭംഗിയാക്കാൻ പോണ് കേട്ടാ. അപ്പൊ എത്ര ഏരിയ ചേട്ടൻ വാഴയും ഇതും വെച്ച് ഇതാക്കാൻ പോണേ? ഏത് ഭാഗം? ഇപ്പം ഇവിടെ അവിടെ തൊട്ടിട്ട് ഇവിടെ വരെ വാഴയും പപ്പക്കായാണ് വയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇത്ര ഇതിൽ. അങ്ങനെ ഓരോന്ന് സരിതയ്ക്ക് ഒരു കുഞ്ഞൊരു പണിയുണ്ട് കേട്ടാ. നമ്മുടെ കോളിഫ്ലവർ കഴിഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് കോളിഫ്ലവർ എന്ന കാലത്ത് 3 ഉണ്ടായിരുന്നു. ആ 3 പൊട്ടിച്ചു. അത് മുഴുവനും അതിലത്തെ കുറച്ചൊക്കെ കേടായി. അത് പൊട്ടിക്കണ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പം അത് മുഴുവൻ ഉപ്പും മഞ്ഞപ്പൊടിക്കിട്ട് തിളപ്പിച്ച് ആക്കി വെച്ചിട്ട് അതിലത്തെ ഒരു 13 ഞാൻ രാവിലെ കറി വെച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ മുഴുവൻ വെക്കേണ്ട, വൈകുന്നേരം വറുക്കാനായിട്ടേ വെറുതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നു. അതാണ് അതിപ്പോൾ ചെയ്യണ്ടല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ. വെറുതെ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും കോൺഫ്ലോർ ഇട്ടിട്ട് മൈദയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. വെറുതെ ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടോ? എന്തിട്ടെടുത്ത് എണ്ണ വെളിച്ചെണ്ണ എടുത്തേ ഓയിലിൽ ഉണ്ടാക്കാം. നാളികേരം കണ്ടാ പുല്ല് മഴയാണ്. ഇത് ഒരു കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ മഴ പെയ്ത കാരണം അല്ല പറമ്പൊക്കെ എടുക്കണോ? പത്തനംതിട്ടയ്ക്ക് പോയിപ്പോൾ അവർ പറഞ്ഞില്ല, അവർ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുല്ല് ചെത്താനായിട്ട് 10,000 ചിലവഴിക്കണമെന്ന്, വെറുതെ പുല്ല് ചെത്താനായിട്ടേ. അങ്ങനെ അത് കാരണം അവര് മറ്റേ ഇതിടാന്ന് തോന്നുന്നുണ്ട് അല്ലേ, മറ്റേ ആ കറുത്ത ഇത് ചാക്ക് പോലത്തെ സാധനം അതിടണമെന്ന് പറയണ്ടായിരുന്നു. നമ്മളന്ന് ചെല്ലുമ്പോ വിരിച്ചിട്ടില്ലല്ലോ. ഇല്ല അവർക്ക് കുറേ അത് 2-3 ഏക്കറിൽ ആക്കണ്ടേ. അപ്പോൾ അത് ബുദ്ധിമുട്ടാന്നല്ലേ പറഞ്ഞേ. അന്ന് സരിതയുടെ പയറൊക്കെ അടിപൊളിയിട്ടാ, ഒക്കെ പൊന്തി അടിപൊളിയിട്ട്. കൈപ്പുണ്യുണ്ട് സരിതയ്ക്ക് കൃഷിയോട്. അത് മറ്റേ സ്യൂഡോമോണസിലിട്ട കാരണം കുറേ സ്ഥലങ്ങളിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് ചേട്ടാ. ഉച്ചക്ക് നമ്മളോട് മഴക്കാർ ഇടി വെട്ടി, ഇത്ര മഴ പെയ്തില്ല. ഇതിന് നിറച്ചിടുമ്പോഴാവും ഇന്ന് രാത്രിയോ മഴ പെയ്യ. അതിൽ നിറച്ചിടുമ്പോൾ ഈശ്വര ഇവിടെയൊക്കെ കാട് വന്ന വരവ് നോക്കിയേ. അവിടെയല്ലേ അത് പറഞ്ഞ ചീര നോക്കിയേ, നിന്റെ പിന്നിൽ ചീര പൊന്തിരി നോക്കിയേ. കണ്ടു. നേന്ത്രവാഴയുടെ നമ്മുടെ കണിമത്തങ്ങ ഒരെണ്ണം വലുതായിട്ട് ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് നിൽക്കരുത്. പെട്ടെന്ന് അവരൊക്കെ വലുതാവാൻ തുടങ്ങിയാണ്ട. ചിലതൊക്കെ ഒന്നും വലുതാവണില്ല കേട്ടാ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുക. പക്ഷെ ഇത് വലുതായി.
ദേ ഇവിടെ വലുതാവുണ്ട്, ദേ ഇവിടെയൊക്കെ വലുതാവുണ്ട് കണ്ട. അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ആ നല്ല ഭംഗിയല്ലേ നല്ല കാണാനായിട്ട് ഭംഗിയുണ്ട്. നമുക്ക് കാഴ്ചക്ക്. ടേസ്റ്റ് മറ്റേ മത്തങ്ങ തന്നെയാ, പക്ഷെ ഇത് കാണാൻ നല്ല ഭയങ്കര ക്യൂട്ടാ കാണാൻ. പൊട്ടിക്കാൻ തോന്നില്ല അവരെ കാണുമ്പോൾ. അത് ശരിയാ. ഇപ്പൊ ഇവിടെ നിന്നോട്ടെ അല്ലേ, പൊട്ടിക്കണ്ട അല്ലേ? അതും വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാം, ചെത്തിയെടുത്ത് തിന്നാം. എന്തൊരു ചെയ്യാന്ന് അതും തന്നെ ചെത്തി കടിച്ച് തിന്നാന്ന്. മത്തങ്ങ ചെറിയ പച്ചവടം തിന്നില്ലേ അവരൊക്കെ. ആ പയറ് കണ്ട നല്ല ആരോഗ്യമില്ലേ. അതിൻ്റെ അപ്പുറത്ത് മത്തങ്ങയുണ്ട്, ഒക്കെ മുളക്കിണ്ടീ, അടിപൊളിയായിട്ട് മുളക്കിൻ്റെ ഒക്കെ. ആയിക്കോട്ടെ ഇങ്ങോട്ട് തെറുകിയേ കണ്ട ഉണങ്ങിയിട്ട് വരണ്ടിട്ട്. ഇത് പൂവിട്ടല്ലോ. ഏത്? ആ അതെ, ഇതാണ് മറ്റേ നാമാവശേഷമായി പോയിട്ടുള്ള മധുരച്ചേമ്പിൻ്റെ പൂവ് കേട്ടാ. പലരും ചോദിച്ചിട്ടുള്ള പൂവാണ്. ഇതിൽ തേനുണ്ടാവും, തേനുണ്ടാവും. ഇപ്പോൾ തേനുണ്ടാവും എനിക്കറിയില്ല. ഇതിലാണ് തേനുണ്ടാവുക. തേൻറി ഉണ്ടോന്ന് നമുക്ക് തേൻ കഴിക്കാൻ പാടില്ലല്ലേ. ഈ തേൻ കഴിക്കാം. ഇതാണ് എൻ്റെ തേൻട്ടാ. നോക്കിയാൽ എന്തൊരു ഭംഗിയുള്ള പോവാന്ന് നോക്കിയാൽ. ചെറുപ്പകാലത്ത് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇത് കണ്ട, അതൊക്കെ വേറെ ആയിട്ട് പിടിപ്പിക്കും. പിന്നെ ഇതുമൊരു സാധനം ഉണ്ടാവും നോക്കിയാൽ കണ്ട, ഈ സാധനം ചക്ക പോലത്തെ സാധനം കണ്ട. ചക്കയല്ല എന്തിനാ പറയുന്നത്, ഇങ്ങനെ പൊളിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്തായാലും ഇത് പിടിച്ച് കിട്ടി. ഈ സാധനം പിടിച്ച് കിട്ടിയില്ല നമ്മുടെ. എന്ത്? അത് മധുരക്കിഴങ്ങേ അല്ല മധുരച്ചേമ്പേ പിടിച്ച് കിട്ടിയെന്ന് പറയാ. ഉള്ളി തടണ്ടായിരുന്നു ഇവിടെ. ഉള്ളി നോക്കിയേ, ഉള്ളിയാണ് നമ്മുടെ ഉണങ്ങി. അതെ, ഈ പുല്ല് ചെത്തണ ഭാഗേ മുന്നേ നനച്ചിടാണെങ്കിലേ പുല്ല് ചെത്ത എളുപ്പല്ലേ? അല്ലല്ല. പിന്നെ അത് മാത്രല്ല ഇങ്ങനെ പൊടി തൂളൂലല്ലോ. അല്ല, പുല്ല് ചെത്തി കഴിഞ്ഞിട്ട് നനയ്ക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് ശരിയാ, ആകെ ചെളിപുളി പോലെയാവും. ആ ഇതൊക്കെ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഗവേഷണം നടത്തിയിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. ഗവേഷണം. അതെ, ഒരു കമന്റ് ഉണ്ടായിരുന്നു, എനിക്കത് കണ്ടപ്പോ ശരിയാന്ന് തോന്നി. ചേട്ടൻ എപ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. പറയൂ. അതായത് നമ്മളെവിടെയാ തടം കോരാൻ പോണെന്ന് വെച്ചാൽ അവിടെ തലേദിവസം നന്നായിട്ട് നനച്ചിടുക, കുതിർത്തിടുക. എന്നിട്ട് പിറ്റേ ദിവസം കൊത്തിയെടുത്ത് കൊത്തുമ്പോ പെട്ടെന്നാവില്ലേ. അതിപ്പോ ചേട്ടൻ ചെയ്യുമ്പോ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടല്ലേ ചെയ്യണേ. ചേട്ടാ ആ സമയത്താണ് നനയ്ക്കുക, വെള്ളം വിടുക, എന്നിട്ട് ആകെ ചെളിയായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ. ഇപ്പൊ പറഞ്ഞിട്ടില്ലേ ഈ പുല്ലില്ലേ, ഈ പുല്ല് ഇങ്ങനെ ഉണങ്ങിയെടുക്കണ മണ്ടിൽ ചേർത്താണ് നമുക്ക് നല്ലത്. കണ്ട എന്തൊരു കണത്തിലെ പുല്ല്. ആ കൊത്താനായിട്ടില്ല. തടം കോരുമ്പോ ലോഡ് പുല്ലുണ്ട് ഇവിടെ. നമ്മൾ അന്ന് നട്ട പയറൊക്കെ ദേ മുളച്ചു. പല സ്ഥലത്ത് അറിയാണ്ട് കഴിഞ്ഞ 2 എണ്ണം ഇതൊക്കെ വീണിട്ടുണ്ട്. ഇത് മുളച്ച് നിൽക്കണ കാണുമ്പോഴാണ് മനസ്സിലാവണേ രണ്ടെണ്ണം വീണിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇതെല്ലാം മുളച്ചു. നമ്മുടെ പുല്ലുകൾ കോരാം. കമ്പോസ്റ്റ് കുഴിയിലാണ് കേട്ടോ. സരിത ചൂനിയമ്പളക്ക് ഇഷ്ടം പോയി ഉണ്ടായിട്ടാ. ചൂനിയമ്പളക്ക് നോക്കിയേ, അത്രയ്ക്ക് ഉണ്ടായിക്കോണട്ടാ. ചമ്മന്തി അരയ്ക്കാം, അത്രയ്ക്കധികം ഉണ്ടായിക്കോണത്. ഇതാണ് ആഫ്രിക്കൻ മല്ലിയുടെ മുകളിലത്തെ അതിൻ്റെ വിത്തുണ്ടാവണത്. ഭയങ്കര മൂർച്ചത്. ഇത് സൂചി പോലത്തെ സാധനം കണ്ട വിത്തുകളുണ്ടാവണം. മണ്ണ് കുടഞ്ഞ് കളഞ്ഞിട്ട് കൊണ്ടക്കൂടെ? മണ്ണയിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല. കമ്പോസ്റ്റ് കുഴി കിടന്നോട്ടെ മണ്ണ്. കപ്പലണ്ടി സ്യൂഡോമോണസിൽ ഇട്ടിട്ടല്ലേ നട്ടേ? നല്ല മുളച്ചാണ്. അതന്നെ എൻ്റെ വായയിലാണ് ഇട്ടത് സ്യൂഡോമോണസിന് പകരം. കപ്പലണ്ടി അത് നട്ടത്. ആ കപ്പലണ്ടി അത് നട്ടത് ഒഴിച്ച് ബാക്കിയൊക്കെ തിന്ന് കഴിച്ചില്ല. എല്ലാം ചീ പോയോടത്തൊക്കെ നട്ടു കൊടുക്കായിരുന്നു. അതേനെ പുല്ല് പിടിച്ചു വേഗം. പുല്ല് പിടിക്കേ? പുല്ല് വന്ന് മൂടി. അതന്നെ ഞാൻ കണ്ടില്ലത്. പിന്നെ ഇപ്പം ഇന്നലെയാണ് ഞാൻ പുല്ലൊക്കെ വലിച്ച് വൃത്തിയാക്കിയത്. അപ്പോഴാണ് അത്രയും ഉള്ളത് കണ്ടത്. ഞാൻ അവരെല്ലാം നന്നായി നോക്കാം. നമ്മുടെ ഒരുവിധം പുല്ല് ചത്തില ഇവിടുത്തെ കഴിഞ്ഞു കേട്ടോ. ഇനി കൊത്തിക്കളയിന് നനച്ചിടാം.
ആ ഈ പരിപാടിയെ പറഞ്ഞേ. തലേ ദിവസം ഇങ്ങനെ നനച്ചിട്ടിട്ട് പിന്നെ നാളെ കുത്തി കളയണം. അപ്പൊ നല്ല സുഖമായിരിക്കും ചെയ്യാൻ, എളുപ്പമായിരിക്കുന്നു. അപ്പൊ ഇന്ന് പണിയുണ്ടെന്നാണ് പറയുന്നത്. പണിയുണ്ടോ? ഇതുപോലെ ബാക്കി സ്ഥലങ്ങളൊക്കെ പുല്ല് ചെത്തിയിടുന്നു, എന്നിട്ട് ഇതുപോലെ നനച്ചിടുന്നിട്ട് നാളെ കാലത്ത് കൊത്തി കളച്ചിട്ട് നട്ടാ മതി. ഇല്ല, ഇപ്പൊ നേന്ത്രവാഴകളെല്ലാം ഉണ്ടത്. ഇതിപ്പോൾ അത്രയ്ക്കാണ്ട് കൊത്തി കളയണ്ട, ഓരോ സ്ഥലത്ത് നടുന്ന സ്ഥലം മാത്രം മതിയില്ല. പപ്പായയും പറഞ്ഞു മാത്രം, ചേട്ടൻ ചീലാന്നറിയാം, എന്നാലും വെറുതെ പറഞ്ഞതാ. പറഞ്ഞത് മനസ്സിലായി എനിക്ക്. ഇവിടെ പോയിട്ട് മാറ്റം വരുന്ന നോക്കിക്കോട്ടെ. ഇവിടെ നേന്ത്രവാഴ വെച്ചിട്ട് ഈ പട്ടയും നാളേരൊക്കെ വീഴുമ്പോ അത് ഒടിയില്ലേ? ഇവിടുത്തെ ഉയർന്ന പ്രദേശമാണ്, വർഷകാലം വരാൻ പോകണില്ല, അപ്പോൾ ഇത് പറ്റില്ല. ഉയർന്ന പ്രദേശമൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ തെങ്ങുമ്മലാണ് അത്യാവശ്യം നാളേരവും പട്ടയും ഓലയ്ക്ക് ഉണ്ട്. 3-4 ഉണങ്ങി നിൽക്കണമുണ്ട്. അത് വീണ് വാഴ ഒടിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പപ്പ നടാം. പപ്പ ഒടിയില്ലേ? എന്ത് സാധനം നട്ടാലും നാശാവും. അത് ഇപ്പോൾ പയർ നട്ടാലും അല്ലെങ്കിൽ എന്ത് നട്ടാലും ഇപ്പോൾ നാശാവില്ലേ? പയറിനൊന്നും ഇപ്പോൾ ഓലയൊക്കെ വന്ന് വീണാലൊന്നും അങ്ങനെ വലിയ ഇത് വരില്ലല്ലോ, സംഭവിക്കില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഗ്യാപ്പിട്ട് നടാം. അവിടുന്ന് പട്ട വീട് നോക്കിയിട്ട് ഇത്രയ്ക്ക് ഇതിൽ നടാം. അപ്പോൾ കുഴപ്പമില്ല. നേന്ത്രവാഴ ഭയങ്കര താത്തിയിട്ട് നടണില്ലേ, ഉറുപറ്റുണ്ടാകും ചുറ്റി. കുഴിയിൽ വെള്ളം കൂടെ കുറച്ച് തരാണ്ട് നിന്ന് കഴിഞ്ഞാലേ. ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം. അതായത് കോളിഫ്ലവർ ആദ്യം പീസുകളാക്കി തിളച്ച ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഊറ്റി എടുത്ത് വെച്ചു. എന്നിട്ട് അതിലെന്തിട്ടേക്ക് ചേട്ടട്ടെ? അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കോൺഫ്ലവർ, അരിപ്പൊടി, കുറച്ച് മൈദപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേശി ചേർത്തില്ല. അത് ഇത്തിരി പണിയുണ്ടല്ലോ, ഞാൻ വെറുതെ കൂട്ടി വയ്ക്കണമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് വയ്ക്കണേ. അത് കൂടിയിട്ട് മിക്സ് ചെയ്തു. സൺഫ്ലവർ ഓയിലിന് ഇത് വറുത്ത് പോരും. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കണേ. 4 നേന്ത്രവാഴയ്ക്കുള്ള കുഴി. വെള്ളത്തിൽ കളിക്കാൻ പോകണോ? എനിക്ക് തീർക്കില്ലേ? നമ്മുടെ ഈ നേന്ത്രവാഴ നടാട്ടാ. മറ്റേ കന്ന് വാങ്ങിക്കാറില്ലേ ചേട്ടൻ? കന്ന് ഉണ്ട്, കന്ന് ഇപ്പോൾ കിട്ടാതെ. കന്ന് അവിടെ നിന്ന് കിട്ടിയില്ല. ഇപ്പം എല്ലാവരും ഈ ടിഷ്യൂ കൾച്ചറല്ല വയ്ക്കുന്നത്. ഇതിന്റെ ഈ വാഴ വെച്ചിട്ട് ഇതിന്റെ കന്ന് വരില്ലേ? അതിന്റെ കന്നാണല്ലോ കന്നുകള്. അത് ഉപയോഗിക്കാൻ പറ്റില്ലേ? അതുപോലെയും പണ്ട് ഒരു ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, ടിഷ്യൂ കൾച്ചറിന്റെ വാഴ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതുണ്ടാവില്ല. അതിന്റെ തയ്യേ ഇതിൽ പക്ഷേ ചെറിയാണ്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായില്ലോ, കായ പോലെ. ഇനി ഇതിൽ കമ്പോസ്റ്റ് കൊണ്ടുവരാം. നമ്മുടെ കമ്പോസ്റ്റ് ഓരോ ബക്കറ്റ് കമ്പോസ്റ്റ്. ഓയിൽ ചൂടായി, ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാട്ടാ. ഉഗ്രമാണ് അതിൻ്റെ മണം. എന്തുട്ടിന്റെ മണം? ഇപ്പൊ നീ വറക്കണം എൻ്റെ മണം. ഇതിന്റെ മണം അടിപൊളിയായിരിക്കും. കാരണം ഈ മിക്സ് ഉണ്ടാക്കിയത് ചേട്ടനല്ലേ. ഫസ്റ്റ് കമ്പോസ്റ്റ് വളർത്തിട്ട് നനച്ചു കൊടുക്കണം. എന്താ പാട്ട് വയ്ക്കണല്ലേ? പാട്ട് എന്ന് പറയാൻ ഇവിടക്ക് കേൾക്കാന്നറിയോ? പണ്ടത്തെ സിനിമ തിയേറ്ററില് മറ്റേ കോളം ബീച്ച് കലക്കില്ലേ പണ്ട് കാലത്ത് ഓല തിയേറ്ററിൽ ചേട്ടൻ പറയാ അവിടെ ഞാൻ അടുക്കളയില് പാട്ട് വെച്ചിട്ടാ പണിയെടുക്കാറ്. അത് നിർത്തി ഞാൻ. കാരണം എനിക്ക് അടുക്കളയിലേക്ക് കേൾക്കാണ്ട് കാലത്ത് പണിയെടുക്കുമ്പോ ചില ദിവസം ഭക്തിഗാന. അപ്പൊ ചേട്ടൻ പറയാ അമ്പലത്തില് പാട്ട് വെച്ചു. അതായത് അനിലേട്ടൻ നമ്മുടെ പോലെ ഒരു സാധനം വാങ്ങിച്ചിട്ട് മറ്റേ സ്പീക്കറേ അതിൽ പാട്ട് വെച്ചിട്ടുണ്ട് പണിയെടുക്കല് കൈക്കോട്ടുകളാ. ചേട്ടൻ പാട്ട് വെക്കുന്ന കണ്ടിട്ട് മേടിച്ചതാ. പക്ഷെ ചേട്ടൻ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ, പിന്നെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വയ്ക്കും. പറമ്പിലേക്ക് വരുമ്പോഴേക്കും പിന്നാലെ വിളിച്ചു തുടങ്ങും. അല്ല ചേട്ടാ, ചായ എനിക്ക് കടി ചായക്ക് ഇത് എന്തിട്ട് ഉപ്പുമാവ്.
ഇത് കോളിഫ്ലവർ നമ്മുടെ കോളിഫ്ലവർ. കോളിഫ്ലവർ ക്യാബേജൊക്കെ കഴിഞ്ഞു അവിടുത്തെ? അപ്പുറത്താളുണ്ടല്ലോ. അതെ, ചെറിയിട്ടുള്ള കാരണം സാധനം നാശാവില്ല അല്ലേ? ആകെ ഒരു കോളിഫ്ലവറിന് ഈ പ്രാവശ്യം 10 ഉണ്ടായിട്ട്. കൂട്ടാൻ വെച്ചോളൂ. ആ, കോളിഫ്ലവർ ഒരു വിധമൊക്കെ നമ്മൾ വെച്ചു. ഇത്തിരി കൂടി മൊരിയാണ്ട് തരുത. അതെ, മുരിക്കാം. ഇത് കരിഞ്ഞിട്ടില്ല. കരിഞ്ഞിട്ടില്ല എന്നാ എന്തിനാ കരിയണേ? അത് കരിഞ്ഞത് പോലെ തോന്നില്ലേ? മുറുക്കായിട്ടില്ല. മാവ് അധികം വരുമ്പോഴൊക്കെ കിരികിരി എന്നുള്ളത് വരുള്ളൂ. മാവ് കുറവാ? ആവട്ടെ, മുരിയട്ടെ. ഇനി ഈ മത്ത ഞാൻ അവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. വാ, നല്ല ഭംഗിയാലും ഉണ്ടായി നിൽക്കുന്നതാണ്. ഞങ്ങളുടെ നിക്കണില്ല, ഞങ്ങളുടെ അടിയില്ല. അതെ, നിങ്ങളുടെ പന്തലമ്മലല്ലേ. ആ, കുറച്ചേരം. പക്ഷെ ടേസ്റ്റില് മറ്റേ മത്തങ്ങ ടേസ്റ്റ്. ഇതിങ്ങനെ വെറുതെ കളുകൾ തന്നെ ഇരിക്കും. അതന്നെ, മറ്റേത് ഇങ്ങനെ നന്നായി പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചോറ് ഇതുപോലെ ആവില്ലേ? അതുപോലെ ആവില്ല ഇത്. ചില സ്ഥലങ്ങളിൽ കണി വെക്കാനൊക്കെ എടുക്കുത്രേ. നമുക്ക് വിഷുവിന് പ്രാവശ്യം വേണമെങ്കിൽ എടുക്കാം അല്ലേ? ഇത് കണി വെക്കടിക്ക് ഇപ്പോഴല്ലേ ഭംഗിക്ക് ഫ്രൂട്ട്സ് വെച്ച് തുടങ്ങിയത്. മറ്റേ നമ്മുടെ കൃഷിന് പച്ചക്കറി സാധനങ്ങളായിരുന്നു. ഇതിന്റെ ഐതിഹ്യം റെഡിക്ക് പച്ചക്കറിയാ. നമ്മുടെ ആൾക്കാർ ഭംഗിക്ക് വേണ്ടി ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് കുറവ് വാങ്ങിച്ചാൽ പക്ഷെ ഇതിലോട്ട് വെക്കും. ആൾക്കാരെ കൃഷി ചെയ്തിട്ടുള്ള ഇതാണ്. അത് ശരിയാ. ആ, ചേട്ടൻ ചെയ്യണ പോലെ ചെയ്യാ. കൊറേ ഏരിയ പച്ചക്കറി ഒന്നും ഇത്ര അധികം വെച്ചിട്ടേ ഒരു കാര്യമില്ല. ഒക്കെ കേടായി പോ. ആകെ കുറച്ചുണ്ടായി കിട്ടണല്ലോ. അതന്നെ ഉപയോഗിക്കാൻ ഇല്ല, വേണ്ട. അപ്പൊ നേന്ത്രവാഴയുമ്പോ പഴം തിന്നാലോ നമുക്ക്. അതെ, പപ്പക്കായും വെക്കാൻ പോവാ. പപ്പയെ കായ് നമുക്ക് ഇഷ്ടം പോലെ തിന്നാം. അപ്പൊ ഞാൻ കുറെ സ്ഥലങ്ങളേ നേന്ത്രവാഴകള് കുറെ നേന്ത്രവാഴ വാങ്ങിച്ചിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചറിന്റെ വെക്കാറില്ല അല്ലെ? മറ്റേ കന്ന് വാങ്ങിച്ചിട്ടല്ലോ വെക്കാറ്. ഇത് കുഴപ്പമില്ലാണ്ട് വലുതായിട്ടാ. ഈ ടിഷ്യൂ കൾച്ചർ ഉണ്ടാ നന്നായി വലുതായി. ഇതൊക്കെ ഇനി മഴക്കാലാകുമ്പോ എന്താവോ? ഇല്ലേ, ഇനി പോവില്ല. കൊലക്കാറായി. അല്ല, ഈപ്പി വെക്കണതേ പോവില്ല. 2 മാസം കൂടി ഞാൻ മഴ ഈ പകുതി ആകുമ്പോഴേക്കും മഴ തുടങ്ങും. ഞാൻ വല്ലാണ്ട് താത്തണില്ലേ കുമ്പളങ്ങ ഉണ്ടെന്ന് അവിടെ പൊട്ടിച്ചോളാൻ. ഒരു കുമ്പളങ്ങ പ്ലാവ് നിൽക്കുന്നുണ്ട്. ഇതുവരെ പൊടിച്ചിട്ടില്ലേ? അത് വേണ്ട അത് തന്നെ. അത് കത്തിമെന്ന് തീ പറ ചെയ്യണ. അത് മുറിക്കാൻ നോക്കുമ്പോ അത്രയ്ക്കും മൂത്തേ എടുത്തല്ലേ ചേട്ടാ. ഉപ്പുമാവ് കഴിച്ചൂലേ? ഉപ്പുമാവ് കഴിച്ചിട്ടില്ല. ഇതൊന്നും അങ്ങനെ ആ കാറിലെ വീട്ടില് ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ വറുത്തിട്ട് കഴിക്കാനായിട്ട്. ആ, മുന്നുണ്ടാക്കാറുണ്ടായിരുന്നല്ലോ ഈ കടല മാവൊക്കെ ഇട്ടിട്ട്. കോഴി വറുത്തിട്ട്. അത് ശരി. ചേട്ടാ അല്ല, ചേട്ടാ പറഞ്ഞേട്ടാ, നേന്ത്രവാഴയ്ക്കൊക്കെ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് വെള്ളം ഇടണം, എന്നാലേ വിലതും കിട്ടുള്ളൂ. നമുക്കുള്ളത് മതി. നമുക്ക് പുറത്തേക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വാഴ പൊള്ളി ഇപ്പന്നെ കോരി വെച്ചത്. ഒരു കൊല നല്ല കിട്ടിയിട്ട് ആ പറമ്പിന്റെ അറ്റത്ത് അതോടുകൂടി കഴിഞ്ഞില്ലേ? 27 കിലോനാ കിട്ടിയ 26 ചില്ലറ. അതോടുകൂടി അത് കഴിഞ്ഞു. നല്ല രസമുണ്ട്. ഇപ്പം തന്നെ നല്ല രസമുണ്ട്. മുറുക്കല്ല, കരുകരുവ്. എന്ത് വന്നാലും നമുക്ക് രാസവളത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ ഒരു പ്രാവശ്യം അലിയേട്ടൻ ഇംഗ്ലീഷ് വെള്ളം ഇട്ടിട്ടാ ചെയ്യാൻ. അലിയേട്ടൻ നേന്ത്രവാഴയ്ക്ക് ഇംഗ്ലീഷ് വെള്ളം ഇടും. വേറെ എന്തിനൊക്കെ ഇടുന്ന അറിയില്ല, നേന്ത്രവാഴയ്ക്ക് ഇടുന്നുള്ളത് അറിയാം. കഴിഞ്ഞാ നിർത്തിയാ? ഇന്നതിന് ചേട്ടന് നല്ല പണിയായിരുന്നു അല്ലേ? കാലത്തൊട്ട് നേരം വയ്യാണ്ടായിണ്ടാവും. സമയത്തായി 4 നേന്ത്രവാഴ വെച്ചല്ലോ. പുല്ലിയെത്തി, കുറച്ച് കോളിഫ്ലവർ തിന്നു. കാലത്തോട്ടുള്ള പണിയായിരുന്നേ, വയ്യാണ്ടായി. കാലത്തെ കുറേ വെടുപ്പാകലുണ്ടായിരുന്നു. ടർസൻ്റെ മുകളിൽ കുറേ വേസ്റ്റുകളുണ്ടായിരുന്നു. അത് എടുത്തു കൊണ്ടുവന്ന് വയ്ക്കില്ലായിരുന്നു പണി. അടിയിലേക്ക് നമ്മുടെ സാഗർ വരെ ഓട്ടോറിക്ഷക്കാരനെ. അപ്പോൾ ആൾക്ക് എടുത്ത് വയ്ക്കില്ലായിരുന്നു പണി. ആ സമയത്ത് മഴയും ഇടിവെട്ടും വന്നു. അപ്പോൾ എന്താ പറയുക, ഈ കയറ്റിയ സാധനങ്ങളൊക്കെ ഒരു പുറത്ത് വെറുതെ കൂട്ടിയിട്ടൊക്കെ ആയിരുന്നല്ല, അതൊക്കെ ഒരു സ്ഥലത്തേക്ക് ഒതുക്കുക. അത് വേറെ പണി. പണി പണി. പക്ഷേ ഇടിവെട്ട് വന്നു, ഞാൻ പേടിച്ചു. മഴക്കാര് പോയി, ഒക്കെ പോയി. അതന്നെ. ഇനി നമുക്കേ കുമ്പളങ്ങ പൊട്ടിക്കാൻ പോവാം. ചേമ്പ് നട്ടില്ലേ? അപ്പം അതൊന്ന് ഇതായി പോവില്ലേ? ഒക്കെ ചുക്കിലായി പോവില്ലേ? അയ്യോ, അപ്പം അറക്കണ ഞാൻ അതിൻ്റെ ഒരു കുറച്ച് വിത്ത് തന്നോളാം.
മഴ പെയ്യുമ്പോഴേ അത് തന്നെ പൊങ്ങി വരില്ലോ. അല്ല അപ്പളല്ല പറക്കേ ഇപ്പോഴൊന്നും നടും, ഇപ്പൊ വല്ലതും നടുവോ? ആ ഏപ്രിൽ മാസം നടാ. അത് നമുക്ക് മഴ പെയ്യുമ്പോ അത് കൂമ്പിടിച്ച് വരില്ലോ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാ അപ്പൊ പുറത്ത് നടില്ല നല്ലത്. എപ്പോഴേലും നടാം. എവിടെയാ കുമ്പളങ്ങ വടിച്ചെടുത്ത് അല്ലാണ്ട് മത്തങ്ങണ്ട അടിയില് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ അവിടെ വേറെ തരം മത്തങ്ങ അത് വലിപ്പം വെച്ചില്ല അല്ലേ? എവിടെയാ എപ്പുറത്തെ സൈഡിൽ? ആ ഇവിടെ. ആ അത് നമ്മുടെ സാധാരണ. ഇത് വേറെ ടൈപ്പ് മത്തങ്ങല്ലോ. ആ അതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? അത് കുത്ത് കിട്ടിയിട്ട് ഷേപ്പ് മാറിയതാ. ഇങ്ങനെ നോക്കിയേ. അല്ലടി നീളനാ? ആ അതെ നീള മത്തങ്ങ. ആ ഈ ടൈപ്പ് മത്തങ്ങ ഉണ്ടല്ലേ ചേട്ടാ? നീള മത്തങ്ങ. മത്തങ്ങ പൊട്ടിക്കുമ്പോ തന്നോളൂട്ടാ. അവിടുത്തെ മത്തങ്ങ മണ്ണ് കയറി. മത്തങ്ങ മണ്ണ് കയറി. അല്ല ചേട്ടാ ചേച്ചിയും പറയാ തരുമോ ഒന്ന് ചോദിക്കരുതെന്ന്. ആവശ്യമുള്ളപ്പോ ഒന്ന് പൊട്ടിച്ചോണ്ട് പോവാ അല്ലേ? ചെറിയേട്ടനെ തടഞ്ഞു നിർത്തേണ്ടി വരുന്നു മാത്രം കിട്ടണമെങ്കിൽ. ചെറിയേട്ടനെ തടഞ്ഞ് ബ്ലോക്ക് ആക്കണം, എന്നാലും കിട്ടുള്ളൂ. പച്ചക്കറികളോട് എല്ലാത്തിനോടും. അതെ അതാരം ഒന്നും ആശയായി പോണില്ലല്ലോ ഇവിടെ. 80. ആ ശാസിനില്ലേ? ശാസില്ലേ? നാടനാ? 50 കോടിയുടെയാണ് വാങ്ങിച്ചു. കഴുത്തിൽ വെപ്പില്ലാത്ത ഒറ്റങ്ങളുണ്ടല്ലോ. ചാത്തന്മാർ എത്ര ഉണ്ട്? ഓ പെടകളുടെ കഷ്ടകാലം. തീറ്റിക്ക് ക്ഷാമല്ലേലും ചാത്തന്മാര് ആക്രമണം. നമ്മുടെ ഇവിടത്തെ പോലെ അല്ല ചേട്ടാ, പടപടാന്ന് തീർക്കും. മറവത്തൂർ കനവിലത്തെ മമ്മൂട്ടി പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ ഇഷ്ടം എനിക്ക് കോഴികളോട്. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും നമ്മള് മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ് എല്ലാം ചേട്ടന്റെ നയം. ഏത് കുമ്പളങ്ങയാണ് പൊട്ടിക്ക്? സരിത പൊട്ടിക്ക. ഇതല്ല ഇത് ആദ്യം പൊട്ടിച്ചോ. പൊട്ടിച്ചോല്ലേ ചേട്ടാ? ആ പൊട്ടിച്ചോ. അത് കഴിയുമ്പോ അതിന്റെ ഇത് നീള മോഡൽ വരുന്നത്. അവിടെ ഒരു ഉണ്ട മോഡല് 2-3 ടൈപ്പ് വെച്ചിട്ടുണ്ടല്ലേ? 2 കുഴി വെച്ചിട്ടുണ്ട്. അതില് ഒരു 4 തൈ വെച്ചിട്ടുണ്ടല്ലോ. പന്തലെന്തായാലും അടിപൊളി. എല്ലാം കൂട്ടി വെച്ചേർത്ത ഒരു വെപ്പ് വെച്ചൂല പന്തല്. പന്തല് ആദ്യം ഒരെണ്ണം വെച്ചു, പിന്നെ എങ്ങനെ നീട്ടി കൊണ്ടുപോയി. അപ്പൊ ഗുണാന്തരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ തണലായിട്ട് കിടക്കും. ഇവിടെ ഉണ്ട് തൊങ്ങായിട്ടില്ല. തൊങ്ങണ്ടെങ്കിൽ ഭയങ്കര സുഖ. അതിനുള്ള ഇതൊന്നും ആയിട്ടൊന്നുമില്ല. കുമ്പളങ്ങ കിട്ടി. നാളെ കുമ്പളങ്ങ കുമ്പളങ്ങ എന്തിട്ടാ? മോരാ സ്ഥിരം പരിപാടി. സാമ്പാറും. ഈ പന്തൽ സ്ട്രോങ് പന്തലായിട്ടാ. എല്ലാം കൂടി ജോയിന്റ് ആയി വീഴൂല ഒന്നുമില്ല അല്ലേ? കോവയ്ക്കുണ്ടല്ലോ അവിടെ കയ്പക്കായ പടവലങ്ങ എല്ലാം പടവലങ്ങിന്റെ ഇടയിൽ ഓരോന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്താലും എല്ലാം കൂടി കൂട്ടി ചേർത്തിട്ട് എല്ലാം കൂട്ടി ചേർത്ത് മിക്സിങ് ആക്കിയാലോ? നമുക്ക് എന്തേലും ചെയ്യും. കോഴി ചാതം കൂപ്പി തുടങ്ങിയത്. ഉള്ളി മുഴുവൻ പറിച്ചു കഴിച്ചില്ലേ? ഈ തട ഉള്ളി തടല്ലേ? ആർക്കും വേണ്ട. ഉള്ളി മാത്രം ചെറിയേട്ടന് വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഉള്ളി അവർക്ക് ഉണ്ടല്ലോ. അവിടെ കണ്ട വാഴ ഒരു 8 വെച്ചത്. അടിപൊളിയില്ല. ഏത് ടിഷ്യൂ കൾച്ചറാ? ഇംഗ്ലീഷ് വളർന്ന വാഴകളുടെ വ്യത്യാസം നോക്ക്. ഇതാണ് നോക്ക് കാണ്. അതെ അതിന്റെ കരുത്ത് കണ്ട. അവതാരപ്രവിയുടെ ഇവർക്ക് കരുത്ത് കൂടും. നെല്ലുപണി കഴിഞ്ഞല്ലേ ചേട്ടന്റെ? കഴിഞ്ഞ പിന്നെ വേറെ പണി.